ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മുൻപൊക്കെ അവധിക്കാലം എന്നാൽ കുട്ടികൾക്ക് കളിച്ചു തിമർക്കാൻ മാത്രമായിരുന്നു. ഇന്നിപ്പോൾ സ്കൂൾ അടച്ചാൽ പാഠപുസ്തകത്തിൽ നിന്നും മാത്രമേ കുട്ടികൾ വിട്ടുനിൽക്കുന്നുള്ളൂ. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ കൊച്ചുകുട്ടികൾ മുതൽ കൗമാരപ്രായക്കാർക്ക് വരെ ക്യാമ്പുകൾ നടന്നു വരികയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. താൻ പറയാത്ത കാര്യങ്ങൾ വായിൽ കുത്തിത്തിരികയെന്ന് VS. മാധ്യമപ്രവർത്തകൻ കാണിച്ചത് തെമ്മാടിത്തരം. അധികാരത്തിന് വേണ്ടി VS പഴയ നിലപാടുകൾ വിഴുങ്ങുന്നുവെന്ന് രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളെ ബലിയാടാക്കുന്നുവെന്നും ചെന്നിത്തല. വടകരയിൽ വൻ സ്ഫോടക വസ്തു ശേഖരം. വില്യാപ്പള്ളി വലിയ മലയിൽ നിന്ന് 800 കിലോഗ്രാം വെടിമരുന്ന് പിടിച്ചെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. താൻ പറഞ്ഞ കാര്യങ്ങൾ വിരുദ്ധമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തത് മാധ്യമ തെമ്മാടിത്തരമാണെന്ന് VS അച്യുതാനന്ദൻ. തന്നെ വന്നുകണ്ട മാധ്യമങ്ങളോട് പറഞ്ഞത് ഭാവി മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച് പാർട്ടി തീരുമാനമെടുക്കുമെന്നാണ്. എന്റെ വാക്കുകളെ നിങ്ങൾ മാറ്റിമറിക്കുകയായിരുന്നുവെന്ന് VS കോഴിക്കോട്ട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അതിന് വിരുദ്ധമായിട്ടുള്ള നിലയിലാണല്ലോ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ വായിലേക്ക് തന്നെ തിരിച്ച് തള്ളിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരം, അത് തെമ്മാടിത്തരമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അധികാരത്തിന് വേണ്ടി VS അച്യുതാനന്ദൻ പഴയ നിലപാടുകൾ വിഴുങ്ങുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിഭാഗീയത വീണ്ടും ആളിക്കത്തുകയാണെന്നും ഇതിന്റെ പേരിൽ മാധ്യമങ്ങളെ പഴി പറഞ്ഞ് പാർട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ലെ ഭിന്നത വീണ്ടും മറനീക്കി പുറത്തുവരികയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് പത്രത്തിന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ഈ വിഭാഗീയത മറനീക്കി പുറത്തുവരുന്നു. ഇപ്പോൾ അതിന്റെ പാപഭാരം മുഴുവൻ മാധ്യമപ്രവർത്തകന്റെ മേൽ ചുമത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. അടുത്ത മുഖ്യമന്ത്രി താനായിരിക്കുമെന്നാണ് VS അഭിമുഖത്തിൽ നൽകുന്ന സൂചന. അധികാരത്തിനു വേണ്ടി ഏതുതരം ഒത്തുതീർപ്പിനും തയ്യാറെന്ന മട്ടിലാണ് VS-ന്റെ പുതിയ നിലപാടുകൾ. UDF-ൽ അഴിമതിയുണ്ടെന്ന് പറയുന്ന VS ഇപ്പോൾ ലാവ്ലിൻ അഴിമതിയെപ്പറ്റി സംസാരിക്കുന്നില്ല. TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ കൊലപാതക കേസിലെ പ്രതികളായ P ജയരാജനെയും കാരായിമാരെയും മറ്റും പാർട്ടി സംരക്ഷിക്കുകയാണ്. എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണമെന്ന ആഗ്രഹത്താൽ VS അച്യുതാനന്ദൻ ഇക്കാര്യങ്ങളിൽ തന്റെ പഴയ നിലപാടുകൾ വിഴുങ്ങുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അധികാരത്തിന് വേണ്ടി VS അച്യുതാനന്ദൻ തന്റെ പഴയ നിലപാടുകളെല്ലാം മറക്കുകയാണ്, അല്ലെങ്കിൽ വിഴുങ്ങുകയാണ്. അപ്പോൾ അഴിമതിയുടെ കാര്യം വരുമ്പോൾ ലാവ്ലിൻ മറക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യം വരുമ്പോൾ കണ്ണൂരിലെ സംഭവ വികാസങ്ങളിൽ മൗനം പാലിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, മദ്യനിരോധനമല്ല എന്ന് പറയുന്നത് വഴി സംസ്ഥാനത്തെ വൻകിട മദ്യ ലോബിയുമായി CPM കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. മദ്യനയത്തിൽ പ്രത്യേകിച്ചൊരു നിലപാടെടുക്കാൻ കഴിയാതെ CPM ഇരുട്ടിൽ തപ്പുകയാണ്. ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ നിലപാടിനെ മദ്യലോബികൾക്ക് വേണ്ടി പിണറായി വിജയൻ മണിക്കൂറുകൾക്കുള്ളിൽ തള്ളിപ്പറഞ്ഞു. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ കേരളം മദ്യാലയമാകും. നല്ല ഭൂരിപക്ഷത്തിൽ UDF തുടർന്നും കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. തികച്ചും സമാധാനപരമായ ഒരു ജീവിതം മലയാളിക്ക് നൽകാൻ കഴിഞ്ഞ 5 വർഷക്കാലം UDF-ന് സാധിച്ചു. അപ്പൊ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിൽ വീണ്ടും ഒരു UDF-ന്റെ തുടർ ഭരണം ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്.
പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി എൻ രാജേഷ്, DCC പ്രസിഡന്റ് KC അബു, UDF ജില്ലാ കൺവീനർ P ശങ്കരൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് P ജയന്ത് എന്നിവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു. വടകരയിൽ വൻ സ്ഫോടക വസ്തു പിടികൂടി. വില്യാപ്പള്ളി വലിയ മലയിൽ നിന്നാണ് 800 കിലോഗ്രാം വെടിമരുന്ന് പിടിച്ചെടുത്തത്. വടകര DYSP പ്രജീഷ് തോട്ടത്തിലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വടകര DYSP പ്രജീഷ് തോട്ടത്തിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടകര വില്യാപ്പള്ളിയിലെ വലിയ മലയിൽ നടത്തിയ പരിശോധനയിലാണ് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത്. 800 കിലോഗ്രാം വെടിമരുന്നാണ് കണ്ടെടുത്തത്. ഒറ്റപ്പെട്ട പ്രദേശമാണ് വലിയ മല. വിഷു ഉത്സവകാലത്ത് പടക്ക നിർമ്മാണത്തിന് ഉപയോഗിച്ചതാണെന്ന് കരുതുന്നതായും പോലീസ് പറഞ്ഞു. എന്നാൽ ബോംബ് നിർമ്മാണത്തിന്റെ സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഈ ഒരു ഇലക്ഷനോടനുബന്ധിച്ചും പ്രത്യേക സാഹചര്യത്തിലുള്ള പരിശോധനകളിലും കിട്ടിയ അതിന് പോലീസുകാരൊക്കെ രഹസ്യമായിട്ട് അന്വേഷണം നടത്തുന്നത് അവർക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു ഡിറ്റക്ഷനിലേക്ക് നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ പരിശോധന കർശനമാക്കിയിരുന്നു. പരിസരവാസിയെ രാജീവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥലം. കോടതി നിർദ്ദേശം ലഭിച്ച ശേഷമായിരിക്കും സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുക. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, വടകര. അനീതി സഹിക്കാൻ കഴിയാതെയാണ് പ്രത്യക്ഷ സമരത്തിനിറങ്ങിയതെന്ന് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് മുൻ മെമ്പർ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ. വഖഫ് സംബന്ധമായ വിഷയങ്ങളിൽ കൃത്യതയോടെയും അതീവ സൂക്ഷ്മതയോടെയും തീരുമാനമെടുക്കേണ്ട വഖഫ് ബോർഡ് കുറച്ചു കാലങ്ങളായി തീർത്തും ഏകപക്ഷീയമായാണ് തീർപ്പ് കൽപ്പിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വഖഫ് ബോർഡിന്റെ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ സുന്നികൾക്കെതിരെയുള്ള ഏകപക്ഷീയമായ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വഖഫ് ബോർഡിന്റെ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച ബഹുജന മാർച്ചാണ് ഇതുവഴി കടന്നുവരുന്നത്. വഖഫ് ബോർഡിന്റെ ഏകപക്ഷീയ വിധിപ്രസ്താവങ്ങൾക്കെതിരെ വഖഫ് ബോർഡിന്റെ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിലേക്ക് നടന്ന മാർച്ച് കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾക്കെതിരെയുള്ള അനീതി സഹിക്കാൻ കഴിയാതെയാണ് സമരത്തിലേക്ക് ഇറങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വിഭാഗത്തോട് മാത്രമാണ് വഖഫ് ബോർഡ് അനീതി കാണിക്കുന്നത്. നീതിരഹിതമായ വിധികൾ പുറപ്പെടുവിച്ചും രജിസ്ട്രേഷൻ നടപടികൾ നീട്ടിക്കൊണ്ടുപോയും സുന്നികൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ബോർഡ്. വിവിധ മഹല്ലുകളിലെ വഖഫ് സംബന്ധമായ തർക്കങ്ങളിൽ സത്യത്തിനോ നീതിക്കോ ഒരു വിലയും കൽപ്പിക്കാതെ തികച്ചും പക്ഷപാതപരമായി വഖഫ് ബോർഡ് ഇടപെടുകയാണ്. ഒരു പ്രശ്നങ്ങളുമില്ലാത്ത സുന്നികൾ ഭൂരിപക്ഷമുള്ള മഹലുകളിൽ ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും റിസീവറെ നിയമിച്ച് കൃത്രിമ വോട്ടേഴ്സ് ലിസ്റ്റിലൂടെ ഭൂരിപക്ഷമുണ്ടാക്കി മഹല്ല് ഭരണം പിടിച്ചെടുക്കാൻ അവർക്ക് ഒത്താശ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സുന്നികളുടെ ഭരണത്തിലുള്ള പല പ്രമുഖ സ്ഥാപനങ്ങളും റിസീവറെ നിയമിച്ച് ഭരണം എക്സിക്യൂട്ടീവ് ഓഫീസറിലേക്ക് കൈമാറുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നീതി എന്താണെന്ന് മനസ്സിലാക്കാതെ വിധിച്ചു. ആ ജഡ്ജി നരകത്തിലാണ്. നീതി എന്താണ് അറിഞ്ഞിട്ട് അതിന് വിരുദ്ധം വിധിച്ചു. അവരും നരകത്തിലാണ്. വിധി എന്താണെന്ന് അറിഞ്ഞ് വിധി വിധിച്ചു. അവൻ സ്വർഗത്തിലാണ്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനിച്ചോളി. ഞാനൊന്നും പറയുന്നില്ലേ. ഒരു മുസ്ലിം വിധികർത്താവാണ് എങ്കിൽ നീതി പാലിക്കണം സഹോദരന്മാരെ. നീതി കിട്ടുന്നില്ല ഞങ്ങൾക്ക്. പ്രതിഷേധ മാർച്ചിൽ കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി N അലി അബ്ദുള്ള, SYS ജനറൽ സെക്രട്ടറി മജീദ് കക്കാട്ട്, സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, SYS മീഡിയ സെക്രട്ടറി S ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ഒന്ന് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ
കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യാ പ്രദർശനം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിയനുകൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും, കൈത്തറി കരകൗശല പ്രദർശന വിപണനമേള, നാവിൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും. വരും ഈ സ്വപ്നനഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. രണ്ടാമത് കേരള സ്റ്റേറ്റ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. കോഴിക്കോട് കിക്ക് ബോക്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന് വേൾഡ് കിക്ക് ബോക്സിംഗ് അസോസിയേഷന്റെ അംഗീകാരമുണ്ടെന്ന പ്രത്യേകത കൂടിയുണ്ട്. കോഴിക്കോട് ആദ്യമായി വേൾഡ് കിക്ക് ബോക്സിംഗ് അസോസിയേഷന്റെ അംഗീകാരത്തിൽ നടത്തുന്ന രണ്ടാമത് കേരള സ്റ്റേറ്റ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മ്യൂസിക് ഫോം മത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. തുടർന്ന് സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ലൈറ്റ് കോൺടാക്ട്, ഫുൾ കോൺടാക്ട് മത്സരങ്ങൾ നടന്നു. വാശിയേറിയ മത്സരമായിരുന്നു ലൈറ്റ് കോൺടാക്ട്, ഫുൾ കോൺടാക്ട്, K1 ഫൈറ്റ് എന്നീ വിഭാഗത്തിൽ ജൂനിയർ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ നടന്ന മത്സരം. ഇതേ വിഭാഗത്തിൽ നടന്ന സീനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മത്സരവും കാണികളിൽ ആവേശം നിറച്ചു. ഞായറാഴ്ചയാണ് ലൈറ്റ് കോൺടാക്ട്, ഫുൾ കോൺടാക്ട്, K1 ഫൈറ്റ് മത്സരങ്ങളുടെ സെമി ഫൈനൽ, ഫൈനൽ നടക്കുന്നത്. ഫൈനലിനു ശേഷം വിജയികൾക്കുള്ള ട്രോഫികളും സമ്മാനിക്കും. കേരള സ്റ്റേറ്റ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് പ്രസിഡന്റ് ജോയ് ജോർജ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയകൃഷ്ണ ആർ, ഓർഗനൈസിംഗ് സെക്രട്ടറി മിഥുൻ രാജ്, ഗോപകുമാർ CP തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചരിത്രതീരമായ കാപ്പാട് അവഗണനയുടെ വക്കിലാണിന്ന്. കോടികൾ മുടക്കി നിർമ്മിച്ച സൗന്ദര്യവൽക്കരണ പദ്ധതികളെല്ലാം അവതാളത്തിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാതെ തീരത്തെത്തുന്ന വിനോദസഞ്ചാരികൾ വലയുകയാണ്. ഒരു റിപ്പോർട്ടിലേക്ക്. കാപ്പാട് തീരത്തെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സൗകര്യമില്ല. കാപ്പാട് തീരം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി മൂത്രപ്പുര നിർമ്മിച്ചെങ്കിലും 2 മാസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. പരിപാലിക്കാൻ ആളില്ലാത്തതിനാലാണ് ഇവ ഉപയോഗശൂന്യമായത്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലുമില്ലാതെ ഇവിടെ എത്തുന്ന സന്ദർശകർ കഷ്ടപ്പെടുകയാണ്. സ്ത്രീകളാണ് ഇതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നത്. ദിവസവും 100 കണക്കിന് സ്ത്രീകൾ ഇവിടെ എത്താറുണ്ട്. കോടികൾ മുടക്കി നിർമ്മിച്ച സൗന്ദര്യവൽക്കരണ പദ്ധതികളെല്ലാം സംരക്ഷണ നടപടികൾ ഇല്ലാത്തതിനാൽ നശിക്കുകയാണ്. ഈ ചരിത്രതീരത്തിന്റെ വികസനത്തിനായി സംസ്ഥാന ടൂറിസം വകുപ്പ് 5.32 കോടി രൂപയാണ് ചെലവഴിച്ചിരുന്നത്. ആവശ്യമായ തുടർ സംരക്ഷണ നടപടികൾ ഇല്ലാത്തതിനാൽ കാപ്പാട് തീരത്തിന്റെ മോടിയും പകിട്ടും നഷ്ടമാവുകയാണ്. സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാത, പവലിയൻ, വൈദ്യുതി അലങ്കാര വിളക്കുകൾ, ടൈൽസ് പതിച്ച ഇരിപ്പിടങ്ങൾ എന്നിവയെല്ലാം സ്ഥാപിച്ചിരുന്നെങ്കിലും ഇവയെല്ലാം നാശത്തിന്റെ വക്കിലാണിന്ന്. കാപ്പാടിൽ തെരുവുവിളക്കുകൾ ഒറ്റയൊന്നും കത്തുന്നില്ല. എവിടെയെങ്കിലും വഴിവിളക്കുകൾ മിഴി തുറന്നാൽ സാമൂഹ്യദ്രോഹികളെത്തി എറിഞ്ഞുടയ്ക്കും. തീരത്ത് വെളിച്ചപ്രവാഹത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റായിരുന്നു തീരത്തിന്റെ മുഖ്യ ആകർഷണം. 16 മീറ്റർ ഉയരത്തിലുള്ള ഈ വിളക്ക് മിഴി തുറന്നാൽ കാപ്പാടിന് സൗന്ദര്യം കൂടുമായിരുന്നു. 2.7 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച ഈ വിളക്കും കണ്ണടച്ചിട്ട് നാളുകളേറെയായി. തീരത്ത് സ്ഥാപിച്ച ടൈലുകൾ പലതും ഇളകിപ്പോയിരിക്കുന്നു. വാട്ടർ ടാങ്കുകളിൽ മാലിന്യം നിറഞ്ഞുകിടക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യം തീരത്തെ നശിപ്പിക്കുന്നു. കാപ്പാടിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല. 4 വർഷം മുമ്പ് കാപ്പാട് നടത്തിയ ലോക പട്ടംപറത്തൽ കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ഇവിടേക്കെത്തിയത്. എന്നാൽ പിന്നീട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ആർക്കും താൽപര്യമില്ലാതായി. ഗതാഗത സൗകര്യം കുറഞ്ഞതും കാപ്പാട് തീരത്തിന് വിനയായി. പ്രഖ്യാപിക്കപ്പെട്ട KSRTC ബസ്സുകൾ പോലും ഇതുവഴി വന്നില്ല. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൌമാര പ്രായക്കാർക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ബേപ്പൂർ ഹൈസ്കൂളിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ജാസ്മിന ബീഗം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
ചെറുവണ്ണൂർ അർബൻ ICDSന്റെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ ബേപ്പൂർ ഹൈസ്കൂളിലാണ് നവജ്യോതി അവധിക്കാല ക്യാമ്പ് നടത്തിയത്. കൌമാരക്കാരിൽ ഇന്ന് വർദ്ധിച്ചുവരുന്ന ലൈംഗിക ചൂഷണങ്ങൾ, മാനസിക പീഡനങ്ങൾ, പഠന വൈകല്യങ്ങൾ, മറ്റ് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതിരോധിക്കാനും അവയിൽ നിന്നും കൌമാരക്കാരെ അകറ്റി നിർത്താനും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ ജാസ്മിന ബീഗം ഉദ്ഘാടനം ചെയ്തു. മുരളി ബേപ്പൂർ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്ട്രസ് വി ജീജ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സൂപ്പർവൈസർ ശോഭന എം, പ്രസന്ന KB, പ്രിൻസിപ്പൽ PJ ലൂസി, കൺവീനർ സുജിന K എന്നിവർ പ്രസംഗിച്ചു. ബോധവൽക്കരണ പരിപാടിയിൽ നിരവധി കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെ ഉള്ളിയേരിയിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. കലാസാംസ്കാരിക പ്രചരണത്തിനൊപ്പം ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ട് നടത്തിയ ക്യാമ്പിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. നിലവിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ വർദ്ധിച്ചുവരുന്ന മാനസിക ശാരീരിക പീഡനങ്ങളിൽ നിന്ന് മോചനമേകാൻ കൌമാരക്കാരായ കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലുശ്ശേരി ICDSന്റെ നേതൃത്വത്തിൽ സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെ നവജ്യോതി എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് GLP സ്കൂളിൽ നടന്ന ക്യാമ്പ് CDPO നന്ദിനി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കൌൺസിലർമാരായ സൂനം ജോസഫ്, രതി എരവട്ടൂർ, VP ലക്ഷ്മിക്കുട്ടി എന്നിവർ ക്ലാസുകളെടുത്തു. 40ഓളം കൌമാരക്കാരായാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. രാവിലെ 8:30 ആരംഭിക്കുന്ന ക്യാമ്പ് 4 മണിവരെ തുടരും. ന്യൂസ് ബ്യൂറോ, ഉള്ളേരി. ഭൗമദിനം ജില്ലയിലെങ്ങും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സന്ദേശമായി ആചരിച്ചു. ഒരായുഷ്കാലം മുഴുവൻ ജീവിക്കാൻ പ്രകൃതി സ്രോതസ്സുകളായി നമുക്ക് എല്ലാം കരുതിവെച്ച ഭൂമിയെ സംരക്ഷിക്കണമെന്ന കൂട്ടായ പ്രതിജ്ഞയോടെയാണ് ഈ ഭൗമദിനം കടന്നുപോകുന്നത്. പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാനാഞ്ചിറ LIC കോർണറിൽ നടത്തിയ ഭൌമദിനാചരണം ചെയർമാൻ A. ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. PK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. CPG രാജഗോപാൽ, KV ഗോപികൃഷ്ണൻ, K. ജയകൃഷ്ണൻ, TP ആയിഷ, ജിതിനൻ രാധാകൃഷ്ണൻ, ബാബു ചെമ്പയിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഭൌമദിനാചരണത്തോടനുബന്ധിച്ച് ഒയിസ്ക കോഴിക്കോട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പോസ്റ്റർ പുറത്തിറക്കി. മരങ്ങൾ വേണം ഭൂമിയെ സംരക്ഷിക്കാൻ എന്ന സന്ദേശവുമായി തയ്യാറാക്കിയ പോസ്റ്റർ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കും. ചടങ്ങിൽ ഒയിസ്ക അംഗങ്ങളും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഭൂമിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഡോക്ടർ ആർസു, P. ഹേമപാലൻ എന്നിവർ ചേർന്നാണ് ഈ പോസ്റ്റർ പ്രകാശനം ചെയ്തത്. ചാപ്റ്റർ സെക്രട്ടറി P. പ്രേംചന്ദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റ് PV അനൂപ് കുമാർ, മുബഷീർ, ഹാരിസ്, ഫിലിപ്പ് ദേവസ്യ, സതീഷ് കുമാർ, PV വിജയൻ, ജയപ്രകാശ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഒയിസ്ക കാലിക്കറ്റ് വനിതാ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഭൌമദിനാചരണം വിദ്യാർത്ഥികൾ കറിവേപ്പില തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഒയിസ്ക കാലിക്കറ്റ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് P. ഹേമപാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സീന വിജയൻ, ഗീത പ്രേമരാജൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോർപ്പറേഷൻ മേഖല സംഘടിപ്പിച്ച ഭൌമദിനാചരണം ഡോക്ടർ A. അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. K. പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. മണലിൽ മോഹനൻ, ഉദയകുമാർ, സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഒരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യാ പ്രദർശനം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിയനുകൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും, കൈത്തറി കരകൗശല പ്രദർശന വിപണനമേള, നാവിൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും. വരും ഈ സ്വപ്നനഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും.
നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ് മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിങ്ങിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗത്തിന്റെ 31ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നു. ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഞായറാഴ്ച മംഗളാരതിയോടുകൂടി സപ്താഹ യജ്ഞത്തിന് സമാപനമാകും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെ 31ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നു. ശ്രീ പാർത്ഥസാരഥി മണ്ഡപത്തിൽ നടന്നുവരുന്ന സപ്താഹയജ്ഞത്തിന് ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. എല്ലാ ദിവസവും കാലത്ത് 6 മണിക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണത്തോടെയാണ് യജ്ഞം ആരംഭിക്കുന്നത്. 5ാം ദിനത്തിൽ ശ്രീകൃഷ്ണലീലകൾ, വത്സസ്ഥേയം, കാളിയമർദ്ദനം, ശ്രീ ഗോവിന്ദാഭിഷേകം, രാസക്രീഡ, കംസവധം, ഉദ്ധവദൌത്യം, രുക്മിണി സ്വയംവരം എന്നീ ഭാഗങ്ങളെ അധികരിച്ചായിരുന്നു പാരായണ പ്രഭാഷണം നടന്നത്. ഈ ചില ആൾക്ക് ഈ അമ്പാടിയും മധുരയൊക്കെ അപ്പാട് ഒരു കൺഫ്യൂഷനാണ് അല്ലേ? അങ്ങനെ കൺഫ്യൂഷനൊന്നും വേണ്ട. ഇപ്പൊ ഭഗവാൻ താമസിക്കുന്നത് മധുരയിലാണ്. കുട്ടിക്കാലത്ത് ഭഗവാൻ താമസിച്ചിരുന്നത് അമ്പാടിയിലാണ്. ഈ അമ്പാടിയിലാണ് ഈ വൃന്ദാവനം നമുക്ക് പറയണം. അപ്പൊ വൃന്ദാവനത്തിൽ ഇപ്പൊ ആരുണ്ട്? ഗോപികമാര്, യശോദ, നന്ദഗോപൻ എല്ലാവരും താമസിക്കുന്നുണ്ട്. പക്ഷെ വൃന്ദാവനത്തിൽ ഇപ്പൊ ആരില്ല? കൃഷ്ണനില്ല. ഇപ്പൊ കൃഷ്ണനില്ലാത്ത വൃന്ദാവനത്തിൽ ഈ ഗോപികമാര് കൃഷ്ണനെ മാത്രം ഓർത്ത് എങ്ങനെയോ ജീവിക്കുകയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അവിടുത്തെ പ്രധാനമന്ത്രിയാണ് ആര്? ഉദ്ധവൻ. മധുരാപുരിയിലെ പ്രധാനമന്ത്രിയാണ്. നല്ല ഭക്തനാണ്, ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ആ ഉദ്ധവനെ വിളിച്ച് ഭഗവാൻ പറഞ്ഞു, അന്ന് നാളെ രാവിലെ എവിടെ പോകണം? അമ്പാടിയിൽ ചെല്ലണം. എന്നിട്ട് ഞാൻ കുറെ സന്ദേശം എഴുതി തരാം. ഈ സന്ദേശങ്ങളെല്ലാം ഗോപികമാരെ കേൾപ്പിക്കണം. സ്വമന്തഗോപാഖ്യാനം, രാജസൂയം, കുചേലോപാഖ്യാനം, ഹംസാവതാരം, സന്താനഗോപാലം, ഭാഗവതധർമ്മം, ഉദ്ധവോപദേശം, സ്വർഗാരോഹണം, മാർക്കണ്ഡേയ ചരിതം, പരീക്ഷത്തിന്റെ ബ്രഹ്മപദ പ്രാപ്തി, ഭാഗവത സംഗ്രഹം, സമർപ്പണം, മംഗളാരതി എന്നിവയോടുകൂടി ഞായറാഴ്ച 7 ദിവസത്തെ സപ്താഹയജ്ഞത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലാപ്പറമ്പ് ഹൌസിംഗ് കോളനി അലോട്ടീസ് അസോസിയേഷൻ ഷട്ടിൽ ടൂർണമെന്റ് നടത്തി. റിട്ടയർഡ് IG ജോസ് ജോർജ് IPS ഉദ്ഘാടനം ചെയ്തു. മലാപ്പറമ്പ് ഹൌസിംഗ് കോളനി അലോട്ടീസ് അസോസിയേഷൻ പ്രൈസ് മണി ഷട്ടിൽ ടൂർണമെന്റ് നടത്തി. ഓപ്പൺ വിഭാഗത്തിൽ B ലെവൽ ടൂർണമെന്റ് 22, 23 തീയതികളിലാണ് നടന്നത്. കോളനി ഫ്ലഡ് ലിറ്റ് ഗ്രൌണ്ടിൽ വൈകുന്നേരമാണ് ടൂർണമെന്റ് നടക്കുന്നത്. വിജയികൾക്കായി ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും. റിട്ടയർഡ് IG ജോസ് ജോർജ് IPS ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മാത്യു കട്ടിക്കാന അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ, കൺവീനർ AK രവീന്ദ്രൻ, സെക്രട്ടറി KG വിശ്വേശ്വരൻ എന്നിവർ സംസാരിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആസ്ഥാന മന്ദിരം സജ്ജമാക്കി. സെന്റ് വിൻസെന്റ് കോളനി റോഡിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം JCI മുൻ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വല്ലഭ് ദാസ് നിർവഹിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാലിക്കറ്റിന്റെയും കാലിക്കറ്റ് JC എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കെട്ടിട ഉദ്ഘാടനം കോഴിക്കോട് നടന്നു. പുതിയ JCI ഹൌസ് JCI മുൻ ദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വല്ലഭ് ദാസ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് വിൻസെന്റ് കോളനി റോഡിലാണ് JCIയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉയർന്നിരിക്കുന്നത്. ചടങ്ങിൽ JCI കാലിക്കറ്റ് പ്രസിഡന്റ് അയന ടംടൺ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി രാജേഷ് മേനോൻ, ശ്യാം സുന്ദർ, രാജശ്രീ ബാജെ, അഫ്സൽ ബാബു, ഷൈൻ T ഭാസ്കരൻ, വാമൻ കുമാർ, സന്തോഷ് കുമാർ, അബ്ദുൾ സലീം, അനിൽകുമാർ, ശശികുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി ഉത്സവ വാർത്തകൾ. ചിരപുരാതനമായ കൂടക്കല്ലിൽ ശ്രീ രാമത്ത് രക്തചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ് സമർപ്പണം നടന്നു. ക്ഷേത്രതന്ത്രി ചേന്ന സതീശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടികൾ നടന്നത്. ലക്ഷദ്വീപ് സമർപ്പണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ ഹോമവും വൈകിട്ട് ഭഗവതി സേവയും നടന്നു.
നിരവധി ഭക്തജനങ്ങളാണ് പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താൻ പറയാത്ത കാര്യങ്ങൾ വായിൽ കുത്തിത്തിരികയെന്ന് VS. മാധ്യമപ്രവർത്തകൻ കാണിച്ചത് തെമ്മാടിത്തരം. അധികാരത്തിനു വേണ്ടി VS പഴയ നിലപാടുകൾ വിഴുങ്ങുന്നുവെന്ന് രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളെ ബലിയാടാക്കുന്നുവെന്നും ചെന്നിത്തല. വടകരയിൽ വൻ സ്ഫോടക വസ്തു ശേഖരം. വില്യാപ്പള്ളി വലിയ മലയിൽ നിന്ന് 800 കിലോഗ്രാം വെടിമരുന്ന് പിടിച്ചെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.